ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ മകൾ നവമി ഇപ്പോൾ തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. സർക്കാർ നവമിയുടെ തുടർ ചികിത്സ ഏറ്റെടുക്കും, സൗജന്യമായി ഏത് ചികിത്സയും നൽകും എന്നറിയിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും പെട്ടെന്നുള്ള ദിവസത്തിൽ തന്നെ നവമി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടോബി ജോൺസനാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, ഗുഡ് മോർണിംഗ്. ആ ഭവനത്തിന് അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യും എന്ന് മന്ത്രി VN വാസവൻ അതിനുശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് നടപ്പാകുകയാണ്. ഇപ്പോൾ തുടർ ചികിത്സയ്ക്കായി നവമി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നു, അല്ലേ? ക്രിസ്റ്റീന, തീർച്ചയായിട്ടും എല്ലാ ചികിത്സയും നൽകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്. മന്ത്രിമാർ രണ്ടുപേരും വീട്ടിൽ ചെന്നപ്പോൾ ഈ പൂർണ്ണ ചികിത്സ, എല്ലാ ചികിത്സാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു. എന്തായാലും രാവിലെ കൃത്യം 7:15 കൂടിയാണ് തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്നും നവമിയും അതുപോലെ തന്നെ ബന്ധുക്കളും അവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ കൃത്യം 9 മണിയായപ്പോൾ ഇവിടെ എത്തി. എല്ലാ സൗകര്യങ്ങളും പ്രത്യേക ഒരു സംഘത്തെ തന്നെ നവമിയുടെ ചികിത്സയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ന്യൂറോ സർജറി വിഭാഗത്തിലാണ് 2 സർജറികളുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് ഡെപ്യൂട്ടി സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ 1-നാണ് ചികിത്സയ്ക്ക് വേണ്ടി നവമിയും അമ്മ ബിന്ദുവും ഇവിടേക്ക് ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. അതിനുശേഷം 3 ദിവസം കഴിയുമ്പോഴാണ് ആ ദാരുണമായിട്ടുള്ള അപകടമുണ്ടായത്. അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ നിന്നും വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. അതിനുശേഷം വീട്ടിലെത്തി ഡോക്ടർമാരുടെ ഒരു ചികിത്സ, ഈ ഒരു സംഭവം വിവാദമായൊരു പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെ ഒരു ചികിത്സ വീട്ടിൽ നൽകിയിരുന്നു. അതിനുശേഷമാണ് ചികിത്സയ്ക്ക് വേണ്ടി ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് തിരികെ എത്താൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും വിശദമായിട്ടുള്ളൊരു പരിശോധനയുണ്ടാകും. വിശദമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഈ ഓപ്പറേഷൻ നടപടികളിലേക്ക് കടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എടുത്തു പറയേണ്ട കാര്യം, ഒരു പ്രത്യേക ടീമിനെ തന്നെ ഇതിനുവേണ്ടി, ഒരു ബോർഡിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. നവമിയെ പ്രത്യേകം കെയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് അല്പസമയം മുമ്പ് ഡെപ്യൂട്ടി സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്രിസ്റ്റീന. ശരി, നവമിയുടെ തുടർ ചികിത്സയ്ക്കായി സർക്കാർ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ടീമിനെ തന്നെ അതിനായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് അറിയിക്കുന്നത്.